الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത് ഈ കിതാബിലെ ബാബുൽ വറഉമായി ബന്ധപ്പെട്ട അധ്യായമാണ്. വറഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? വറഅ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഹറാമാണോ എന്ന് പേടികൊണ്ട് അത് ഉപേക്ഷിക്കുക, അതാണ് വറഅ് എന്ന് പറയാം. തഖ്വ എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അതുപോലെ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക, അതാണ് തഖ്വ. തഖ്വ എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ്, എല്ലാ മനുഷ്യർക്കും നിർബന്ധമാണ്. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാക്കും, മുമ്പ് കാലത്ത് വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്കും നിങ്ങൾക്കും നാം വസിയത്ത് നൽകിയിരിക്കുന്നു. അനിത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വ പാലിക്കണം, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യണം, അള്ളാഹു ഹറാമാക്കിയ വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കണം. അതിൽ ഒരാൾക്കും ഒഴിവില്ല. അതിനും മുകളിലുള്ള സ്ഥാനമാണ് വറ എന്ന് പറയുന്നത്. ഒരു കാര്യം ഹറാമാണോ അല്ലെങ്കിൽ ഇത് ഹറാമിലേക്ക് എത്തിക്കുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് അത് ഉപേക്ഷിക്കുക. അതിനെക്കുറിച്ച് വന്നിട്ടുള്ള ചില അസറുകളാണ്, സലഫുകളുടെ മുൻഗാമികളുടെ വാക്കുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത്. അൻ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഖാല, സഹാബിയായ ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഇന്നകും തഅമലൂന അഅമാലൻ, നിങ്ങൾ ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം താബിഈങ്ങളോടായിരിക്കാം പറയുന്നത്. ഹിയ അദഖു ഫി അയുനികും മിന അശ്ശഅർ, നിങ്ങളുടെ വീക്ഷണത്തിൽ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് ഒരു മുടിയേക്കാൾ, ഒരു രോമത്തേക്കാൾ നിസ്സാരമാണ്, അഥവാ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുന്ന നഉദ്ദുഹ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മനുഷ്യനെ നശിപ്പിച്ച് കളയുന്നതായിട്ട് വലിയ വൻപാപമായിട്ടായിരുന്നു ഞങ്ങളത് കാണാറുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ഒരു അസറിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ നമ്മെ നശിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ ദുനിയാവും ആഖിറത്ത് നശിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട് നാവ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ മറ്റൊരു ഭാര്യയെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കേട്ടിരിക്കും. എന്താണ് പറഞ്ഞത്? കുറിയവൾ, ഉയരം കുറഞ്ഞവൾ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അവരെക്കുറിച്ച് എതിർത്ത് സംസാരിച്ച കൂട്ടത്തിൽ ആ ഉയരം കുറഞ്ഞ അവളല്ലേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നീ പറഞ്ഞ ഈ വാക്ക് അത് കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ ആ കടലിൻ്റെ മുഴുവൻ നിറം മാറും. അത്രമാത്രം ഗൗരവമുള്ള വാക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉയരം കുറഞ്ഞവൾ എന്ന് പറഞ്ഞത് സത്യമായിരുന്നു, എന്നിട്ട് കൂടി അതൊരു പുച്ഛത്തോടെയാണ് പറഞ്ഞത്. അതുകൊണ്ട് വലിയ ഗൗരവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിർത്തത്. ഇതുപോലെ എത്ര വാക്കുകൾ നമ്മൾ പറയുന്നുണ്ടാകും. അതുപോലെ പരിഹാസം, തമാശയായിട്ട് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ന്യൂനതകൾ, ഒരുപക്ഷെ അയാളുടെ മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കുന്നുണ്ടാകും, പുറമേക്ക് ചിരിക്കുന്നുണ്ടാകും, പക്ഷെ ഉള്ളിൽ വിഷമായിരിക്കും. അതൊക്കെ ഈ പറഞ്ഞതിൽപ്പെടും. മൂബിഖാത്ത്, ചിലപ്പോൾ നമ്മൾ നശിപ്പിച്ച് കളയുന്ന അതായിരിക്കും. നമ്മുടെ ഹിസാബ് കഴിയുമ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ബാക്കി. അപ്പം ഇങ്ങനെയുള്ള നാവ് കൊണ്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ കണ്ണുകൊണ്ട് ചെയ്യുന്നത്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, മഹ്ശറിൽ ചില ആളുകൾ വരും, വലിയ കുന്നുപോലെയുള്ള അമലുകൾ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് സ്വാലിഹായ അമലുകൾ ചെയ്തിട്ടുണ്ടാകും. അള്ളാഹു തആല അവരുടെ അമലുകളൊക്കെ പൊടിയാക്കി മാറ്റും. അള്ളാഹു തആല അത് സ്വീകരിക്കുകയില്ല, അല്ലെങ്കിൽ അതവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. എന്താണ് കാരണം? സ്വല്ലല്ലാഹു പറഞ്ഞു, അവർ ബാഹ്യമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, പക്ഷേ ഇദാ ഖലൗ ബിമഹാരിമില്ല, അള്ളാഹുവിൻ്റെ വിധികൾ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളും അവരും തനിച്ചായാൽ എന്ന് പറഞ്ഞാൽ അവരൊറ്റക്കായി, അവർക്ക് ഹറാം ചെയ്യാൻ സ്വകാര്യമായി രഹസ്യമായി അവസരം കിട്ടിയാൽ ഇൻതഹഖൂഹ, അവരത് ചെയ്യും. അപ്പോൾ ഒറ്റപ്പെടുന്ന സമയത്ത് ഹറാം ചെയ്യാനുള്ള അവസരം ഒഴിവാക്കുകയില്ല. അതിൻ്റെ പേരിൽ അള്ളാഹു തആല അവരുടെ അമലുകൾ അവർക്ക് ഉപയോഗിക്കാത്ത അവസ്ഥയിലാക്കും. അപ്പോൾ ഇത് ഇന്ന് എത്രയോ സംഭവിക്കുന്നതാണ്, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വരവോടുകൂടി ഇങ്ങനെയുള്ള പാപങ്ങളുടെ കരിയും പുകയും ഏൽക്കാത്ത സ്വാലിഹ്യങ്ങളായ ആളുകൾ വരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. സ്വഹാബത്ത് താബിഈങ്ങളോടാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അന്ന് ഇൻ്റർനെറ്റും ഇല്ല, മൊബൈൽ ഫോണും ഇല്ല, ഫോണും ഇല്ല, കറണ്ടും ഇല്ല. അന്നത്തെ കാലത്താണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതായിരിക്കും. അതുകൊണ്ട് ഒരു പാപവും ചെറുതായി കാണരുത്. ഒരു കവി പറഞ്ഞതുപോലെ, ഖല്ലി ദുനൂബ സഗീറഹ വ കബീറഹ ദാക തുഖ,
പാപങ്ങൾ അത് ചെറുതോ വലുതോ എന്ന് നോക്കാതെ എല്ലാം ഒഴിവാക്കുക. അതാണ് തഖ്വ. വസ്ന കമാശിൻ ഫൗക അർദി ഷൗകി യഹ്ദറു മാ യറ. കല്ലും മുള്ളും നിറഞ്ഞ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന ഒരാളെ പോലെ ജീവിക്കുക. യഹ്ദറു മാ യറ, അവൻ എന്ത് ചെയ്യും? കാണുന്നതിന് മുഴുവൻ സൂക്ഷിക്കും. ഒരു മുള്ളിലും തട്ടാതെ നടന്നു പോകാനാണ് ശ്രമിക്കുക. ചെറിയ മുള്ളല്ലേ വലിയ മുള്ളല്ലേ എന്ന വ്യത്യാസം കാണിക്കുകയില്ല. അതുപോലെ തന്നെ ലാ തഹ്ഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസ. ഒരു ചെറിയ പാപവും നിസ്സാരമായി കാണേണ്ടതില്ല. വലിയ മലകൾ ഉണ്ടായിട്ടുള്ളത് ചെറിയ കല്ല് കൊണ്ടാണ്. ഒരു കല്ല്, രണ്ട് കല്ല് അങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് വലിയൊരു മലയുണ്ടാകുന്നത്. അതുപോലെ ആയിരിക്കും നമ്മുടെ പാപങ്ങൾ. ഹദീസിൽ വന്നിട്ടുണ്ട്, ഇയ്യാക്കും മുഹഖറാത്തി ദുനൂബ്. ആളുകൾ നിസ്സാരമായി കാണുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. അതാണ് കൂടുതൽ അപകടം. കാരണം എന്താ? നമ്മൾ ഗൗരവമായി കാണുന്ന ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യും, തൗബ ചെയ്യും എന്ന് നമുക്കത് ഓർമ്മയുണ്ടാകും. അതിന് പരിഹാരമായിട്ട് ചിലപ്പോൾ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യും. പക്ഷെ ചെറുതായി കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടും. അത് നമ്മൾ ഓർക്കുകയില്ല. അവസാനം അത് വലുതായി മാറും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. താബിഈങ്ങളോടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് കൂടുതൽ നമ്മൾ ചിന്തിക്കണം. عن أبي صالح الحنفي رحمه الله قال دخلت على أم كلثوم رضي الله عنهما. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അവരുടെ അടുത്ത് ഞാൻ പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിട്ടുള്ള ഉമ്മു കുൽസൂം. ഫഖാലത്ത്, അവർ പറഞ്ഞു, ഇതു അബാ സാലിഹിൻ ബിതആം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയാണോ മകളാണോ എന്ന് ഉറപ്പില്ല, അല്ലാഹു അലം. ഉമ്മു കുൽസൂം എന്ന പേരുള്ള ഒരു സഹാബിയാണ് റളിയല്ലാഹു അൻഹ. അവരുടെ അടുത്ത് പോയി. അപ്പോൾ അവർ പറഞ്ഞു, ഇതു അബാ സാലിഹിൻ ബിതആം. ഈ വന്ന വ്യക്തി താബിഈയാണ്, അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുവരൂ എന്നവർ പറഞ്ഞു. ഫഅതൗനി ബിമറഖ. അവരെനിക്ക് സൂപ്പ് കൊണ്ടുവന്നു തന്നു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അതുത്ഇമൂനി ഹാദാ വഅൻതും ഉമറാ. നിങ്ങളൊക്കെ ഉമറാക്കളായിട്ട് ഭരണാധികാരികളായിട്ട് ഇതാണോ ഞങ്ങൾക്ക് തരുന്നത്? അങ്ങനെ കാര്യമായ ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല. ഖാലത്ത്, അവർ പറഞ്ഞു, കൈഫ ലൗ റഅയ്ത അമീറുൽ മുഅ്മിനീന അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിനെ നീ കണ്ടിരുന്നെങ്കിൽ. ഞങ്ങൾ അമീർമാരുടെ കുടുംബമാണ്, പക്ഷെ ഞങ്ങളെക്കാൾ വലിയ അമീറായിരുന്നു, അമീറുൽ മുഅ്മിനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ നീ കണ്ടിരുന്നെങ്കിൽ. വഉതിയ ബി ഉത്റുജിൻ. എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഒരു ഉത്റുജ് എന്ന് പറഞ്ഞാൽ മാതള നാരങ്ങ, അത് കൊണ്ടുവന്നു അലി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്. ഫഅഖദൽ ഹസൻ വൽ ഹുസൈൻ ഉത്റുജതൻ ഫന്തസഅഹ മിൻ യദിഹി. ആ കൂട്ടത്തിൽ നിന്ന് ഒരു പഴം ഹസനോ ഹുസൈനോ അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാളെടുത്തു. ഫന്തസഅഹ മിൻ യദിഹി, അത് അലി റളിയല്ലാഹു പിടിച്ചു വാങ്ങി. വഖസ്സമഹ ബൈനൽ മുസ്ലിമീൻ, അത് ആളുകൾക്ക് വീതിച്ചു കൊടുത്തു. അപ്പോൾ ഒരു പഴം പോലും തങ്ങളുടെ മക്കൾക്ക് ഒരുപക്ഷെ അത് സദഖക്കുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് മുസ്ലിമീങ്ങൾക്ക് വിതരണം ചെയ്യാൻ വെച്ചതായിരിക്കാം. അപ്പം അതുപോലും മക്കൾക്ക് കിട്ടാനില്ലാത്ത അവസ്ഥ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. അൻ അബി മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഖാല. അബൂ മൂസ അൽ-അശ്അരി അറിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ലഅൻ യംതലിഅ മൻസിലി മിൻ റീഹി ജീഫ. എൻ്റെ വീട്ടിൽ ഒരു മയ്യിത്ത്, ഒരു ശവശരീരം, ജീഫത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെതാവാം മറ്റ് മൃഗങ്ങളുടേതാവാം, ഒരു ശവശരീരം കിടന്ന് നാറുന്നതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് കൂടുതൽ ഇഷ്ടം, മിൻ അൻ യംതലിഅ മിൻ റീഹി ഇംറഅ, ഒരു സ്ത്രീയുടെ സുഗന്ധം കൊണ്ട് വീട് നിറയുന്നതിനേക്കാൾ. എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീ സുഗന്ധം പൂശി വീട്ടിൽ വരുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു ശവശരീരം ഇവിടെ ചീഞ്ഞ് നാറുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, സ്ത്രീകൾ സുഗന്ധം പൂശി പുറത്തിറങ്ങുന്നത് ഹറാമാണ്. ഹറാമെന്ന് മാത്രമല്ല, അത് വൻപാപമാണ് അങ്ങനെ പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ സാധാരണ ആളുകൾ ഇന്ന് നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്ന വൻപാപങ്ങളിൽപ്പെട്ട ഒരു വൻപാപമാണത്. അത് സ്വന്തമായിട്ട് പുറപ്പെടുന്ന സ്ത്രീകൾ. പക്ഷെ ഇവിടെ അബൂ മൂസ അൽ-അശ്അരി പറയുന്നത്, ഇങ്ങനെ ഒരു പെണ്ണിന്റെ വീട്ടിൽ വന്ന് കയറിയാൽ അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല. അപ്പോൾ ആ സുഗന്ധം അനുഭവിക്കുക എന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ ഒരു മയ്യത്തിന്റെ, ഒരു ചത്ത ഒരു ജന്തുവിന്റെ ദുർഗന്ധം എൻ്റെ വീട്ടിൽ നിറയുന്നതാണ്. അത്രമാത്രം സൂക്ഷ്മത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല, അദ്ദേഹത്തിന് കുറ്റമുള്ള ഒരു കാര്യവുമല്ല, എന്നിട്ട് പോലും അത്രയും അവർ സൂക്ഷ്മത പുലർത്തിയിരുന്നു. عن عباس بن جليد الحجري عن أبي الدرداء رضي الله تعالى عنه أنه قال. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട സഹാബിയാണ്, വലിയൊരു സാഹിദായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ലൗലാ സലാസു ഖിലാൽ ലഅഹ്ബബ്തു അൻ ലാ അബ്ഖാ ഫി ദുനിയ. 3 കാര്യങ്ങളില്ലായിരുന്നെങ്കിൽ ദുനിയാവിൽ ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല, മരിച്ചുപോയാൽ മതിയായിരുന്നു. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ഖാല ലൗലാ വുദൂഉ വജ്ഹി ലിസ്സുജൂദി ലിഖാലിഖി ഫി ഇഖ്തിലാഫി الليل والنهار യകൂനു തഖദ്ദുമുഹു ലിഹയാതി. രാവും പകലും
എൻ്റെ സൃഷ്ടാവായ റബ്ബിന് മുന്നിൽ മുഖം നിലത്ത് വെക്കുക, സുജൂദ് ചെയ്യുക, അതില്ലായിരുന്നെങ്കിൽ. വദമഉൽ ഹവാജിർ, രണ്ടാമത്തെ കാര്യം ഉച്ച സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് ദാഹം അനുഭവിക്കുക, അഥവാ സുന്നത്ത് നോമ്പ് നോൽക്കുക. വമുഖാഅദതു അഖ്വാമിൻ യൻതഖൂനൽ കലാമ കമാ തുൻതഖൽ ഫാകിഹ. വമുഖാഅദതു അഖ്വാം, ഒരു കൂട്ടം ആളുകളുടെ കൂടെ ഇരിക്കുക. എങ്ങനെയുള്ള ആളുകളാണ് അവര്? യൻതഖൂനൽ കലാം, സംസാരം തെരഞ്ഞെടുക്കും, തോന്നിയത് പറയുന്നവരല്ല, അവരുടെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുന്ന ആളുകളായിരിക്കും. എങ്ങനെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്? കമാ തുൻതഖൽ ഫാകിഹ, പഴം തിരഞ്ഞെടുക്കുന്നത് പോലെ. ഒരു മരത്തിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഒരു തോട്ടത്തിൽ പോയിട്ട് പാകമായ പഴങ്ങൾ പറിച്ചെടുക്കുന്നത് പോലെ പറയുന്ന വാക്ക് ഈ കേൾക്കുന്നതിന് ഉപകാരപ്പെടണം. ഏറ്റവും കുറഞ്ഞത് അവനൊരു വിഷമം ഉണ്ടാവുകയെങ്കിൽ ചെയ്യരുത്, അല്ലെങ്കിൽ ഉപദ്രവമാകരുത് എന്ന് ചിന്തിച്ച് സംസാരിക്കുന്നത്. അഥവാ ഇൽമിന്റെ സദസ്സുകളും അതുപോലെ സ്വാലിഹ്യങ്ങളായ ആളുകളുടെ എല്ലാ സദസ്സുകളുമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന ആളുകളുടെ കൂടെ ഇരിക്കുക. ഈ 3 കാര്യങ്ങളാണ് ദുനിയാവിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ മരണം ആഗ്രഹിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വതമാമു തഖ്വ, തഖ്വയുടെ പൂർണ്ണത എന്ന് പറയുന്നത് അൻ യത്തഖിയല്ലാഹ അസ്സ വജല്ല അൽ അബ്ദു, ഒരു അടിമ തന്റെ റബ്ബിനെ സൂക്ഷിക്കലാണ്. ഹത്താ യത്തഖിയഹു ഫി മിസ്ലി മിസ്ഖാലി ദർറ, ഒരു ചെറിയ ഉറുമ്പിന്റെ അത്ര ഉള്ള വിഷയം പോലും, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും തഖ്വ പാലിക്കുക. അതാണ് തഖ്വയുടെ അറ്റം. ഹത്താ യത്രുക ബഅദ മാ യറ അന്നഹു ഹലാലുൻ ഖശ്യത അൻ യകൂന ഹറാമൻ, ഹലാലാണ് എന്ന് തനിക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും അത് ഹറാമായേക്കുമോ എന്ന ചെറിയ പേടി കൊണ്ട് അത് ഉപേക്ഷിക്കുക. യകൂനു ഹാജിസൻ ബൈനഹു വബൈനൽ ഹറാം, അങ്ങനെ ചെയ്താൽ എന്താണ് ഗുണം? അവനും ഹറാമും തമ്മിലുള്ള ഒരു മതിലായിരിക്കും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫർളുകൾ ഉപേക്ഷിക്കുക എന്നതും നമ്മളും തമ്മിലുള്ള മതിലാണ് സുന്നത്തുകൾ. പണ്ഡിതന്മാർ പറയുന്നതാണ്. അല്ലെ, 5 നേരത്തെ നമസ്കാരം, ഒരാൾ അതിന് മുമ്പുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്തും ഒക്കെ നമസ്കരിക്കുന്നുണ്ട്, പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ എന്ത് സംഭവിക്കും? ആ ഫർളവൻ ഒരിക്കലും ഉപേക്ഷിക്കൂല. അഥവാ ഈമാൻ കുറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ ആ സുന്നത്ത് ചിലപ്പോൾ നഷ്ടപ്പെടും. ഒരു ദിവസം മടി പിടിച്ചാൽ അന്ന് പള്ളിയിൽ പോകില്ല, പക്ഷെ വീട്ടിൽ നിന്ന് നമസ്കരിക്കും. പക്ഷെ ഒരാൾക്ക് ഫർള് മാത്രമാണെങ്കിലോ അയാളുടെ ഈമാൻ കുറയുമ്പോൾ ആ ഫർള് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഹറാമും നമ്മളും തമ്മിലുള്ള മറയാണ് ഇങ്ങനെയുള്ള വറ എന്ന് പറയുന്നത്. വറയോടുകൂടി ജീവിച്ചാൽ ഒരാൾക്ക് ഈമാൻ കുറഞ്ഞു പോയാൽ അവൻ ആ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യും, സംശയകരമായ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരും, പക്ഷെ വ്യക്തമായ ഹറാമ് അവൻ ചെയ്യാതിരിക്കും. ഇന്നല്ലാഹ തആല ഖദ് ബയ്യന ലിഇബാദിഹി അല്ലദീ ഹും യുസയ്യിറുഹും ഇലൈഹി, അല്ലാഹു തആല മനുഷ്യനെ അറിയിച്ചു തന്നിട്ടുണ്ട് എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്, ഭാവിയിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതെന്താണ്? ഖാല തആല ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ആരാണോ ഒരു ഉറുമ്പിന്റെ അത്രയും അല്പം നന്മ ചെയ്യുന്നത് അത് അവൻ അനുഭവിക്കും, അത്രയും തിന്മ ചെയ്യുന്നത് അതും അനുഭവിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിചാരണ, സൂക്ഷ്മമായ ഒരു വിചാരണ വരാനുണ്ട്. ആ ബോധത്തോടുകൂടി ജീവിക്കണം. ഫലാ തഹ്ഖിറന്ന ശൈഅൻ മിനശ്ശർരി അൻ തത്തഖിയ, അതുകൊണ്ട് തന്നെ ഷർറാണെങ്കിൽ അത് എത്ര നിസ്സാരമായിരുന്നാലും അത് നീ സൂക്ഷിക്കാതെ ഉപേക്ഷിക്കരുത്. വലാ ശൈഅൻ മിനൽ ഖൈരി അൻ തഫ്അല, നന്മയാണെങ്കിൽ അത് എത്ര നിസ്സാരമാണെങ്കിലും അത് ചെയ്യാതെ ഉപേക്ഷിക്കുകയും ചെയ്യരുത്. അൻ ജുൻദുബ് ഇബ്നു അബ്ദുല്ലാഹ് അൽ-ബജലി റളിയല്ലാഹു അൻഹു, സ്വഹാബിയായ ജുൻദുബ് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതൈതുൽ മദീനത ഇബ്തിഗാ അൽ-ഇൽം, ഞാൻ ഇൽം അന്വേഷിച്ചുകൊണ്ട് മദീനയിൽ ചെന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷമാണ്. ഫദഖൽതു മസ്ജിദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഇദ അന്നാസു ഫീഹി ഹിലഖുൻ യതഹദ്ദസൂൻ, അങ്ങനെ മസ്ജിദ് നബവിയിൽ പ്രവേശിച്ചു. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഹൽക്കകളായിരുന്നു സംസാരിക്കുന്നുണ്ട്. ഫജഅൽതു അംദി അൽഹിലഖ ഹത്ത അതൈതു ഹൽഖതൻ ഫീഹാ റജുലുൻ ഷാഹിബ് അലൈഹി സൗബാൻ കഅന്നമാ ഖദിമ മിൻ സഫർ, അങ്ങനെ ഞാൻ ഒരു ഹൽക്കയിലെത്തി, ഒരു സദസ്സിലെത്തി. അവിടെ ഒരു വ്യക്തിയുണ്ട്, ഒരു യാത്രക്കാരന്റെ പോലെയുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട്. ഖാല ഫജലസ്തു ഇലൈഹി ഫതഹദ്ദസ ബിമാ ഖുദിയ ലഹു, ഞാൻ അവിടെ ഇരുന്നു, അദ്ദേഹത്തിന്റെ സംസാരം കഴിഞ്ഞു. സുമ്മ ഖാമ, അദ്ദേഹം എഴുന്നേറ്റു. ഫഖാല സഅൽതു അൻഹു ബഅദ മാ ഖാം, അദ്ദേഹം എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ ആളുകളോട് ചോദിച്ചു, മൻ ഹാദാ, ഇതാരാണ്? ഖാലു ഹാദാ സയ്യിദുൽ മുസ്ലിമീൻ ഉബയ്യ് ഇബ്നു കഅബ്, ഇത് ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ നേതാവാണ്, ഏറ്റവും വലിയ ആലിമാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഖാല ഫതബിഅതുഹു ഹത്താ അതാ മൻസിലഹു, ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ വീട്ടിൽ പോയി. ഫഇദാ റജുലുൻ സാഹിദുൻ മുൻഖതിഉൻ യുശ്ബിഹു അംറുഹു ബഅദുഹു ബഅദ, അവിടെ ചെന്നപ്പോൾ വളരെ സാഹിദായിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടു. അങ്ങനെ വീട്ടിൽ അധികം വിഭവങ്ങളൊന്നുമില്ല. ഫസല്ലംതു അലൈഹി ഫറദ്ദ അലൈഹി അസ്സലാം, ഞാൻ സലാം പറഞ്ഞു, അദ്ദേഹം സലാം മടക്കി. സുമ്മ സഅലനി മിമ്മൻ അൻത, നീ എവിടെ നിന്നാണ്? ഖുൽതു മിൻ അഹ്ലിൽ ഇറാഖ്, ഞാൻ ഇറാഖിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു, ഇറാഖുകാരനാണ്. ഖാല അക്സിർ മിന്നി സുആലൻ, അദ്ദേഹം പറഞ്ഞു, നീ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അല്ലാഹു ആലം ഇതിന്റെ ഉദ്ദേശം ഇറാഖിൽ ഒരുപാട് ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ കുറേ സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇറാഖികൾ എന്നുള്ളൊരു പിന്നെ അങ്ങനെ ഒരു സംസാരമുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇദ്ദേഹത്തെ വില കുറച്ച് കാണിക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഖാല ലമ്മ ഖാല ദാലിക ഗളിബ്തു, അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഖാല ഫജസൗതു അലാ റുഖ്ബതി വറഫഅതു യദി, ഞാൻ മുട്ടുകുത്തി ഇരുന്നിട്ട് കൈ ഉയർത്തി. ഫസ്തഖ്ബൽതുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു. ഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, അല്ലാഹുമ്മ നഷ്കൂഹും ഇലൈക്, അല്ലാഹുവേ ഇവരെ കുറിച്ച് ഞാൻ നിന്നോട് പരാതി പറയുകയാണ്. ഇന്ന നുൻഫിഖു നഫഖാതിന വനൻസബു അബ്ദാനന വനർഹലു മതായാന. ഇന്ന നുൻഫിഖു നഫഖാതിന, ഞങ്ങൾ പൈസയൊക്കെ ചെലവഴിക്കുന്നു. വനുൻസിബു അബ്ദാനന, തടി ക്ഷീണിപ്പിക്കുന്നു. വനുർഹിലു മതായാന, നമ്മുടെ വാഹനങ്ങളെ കൊണ്ട് യാത്ര ചെയ്യിപ്പിക്കുന്നു. ഇബ്തിഗാ അൽ ഇൽം, ഇൽമിനു വേണ്ടി. അപ്പോൾ കഷ്ടപ്പെട്ട് നമ്മൾ ദൂരെ നിന്ന് വന്നതാണ്. ഫൈദാ ലഖീനാഹും തജഹമു ലനാ, അങ്ങനെ ഈ പണ്ഡിതന്മാരുടെ അടുത്തെത്തുമ്പോൾ അവർ നമ്മുടെ നേർക്ക് ഇങ്ങനെ ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങി. വഖാലു ലന, അങ്ങനെ അവർ ഈ ഇന്ന വാക്കുകളൊക്കെ നമ്മളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ തുടങ്ങി. ഖാല ഫബക ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. വജഅല യതറദ്ദാനി, അദ്ദേഹം എന്നെ പൊരുത്തപ്പെടിപ്പിക്കാൻ തുടങ്ങി, എന്നോട് പറഞ്ഞ് എന്നെ പിന്നെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ദർസൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞതായിരിക്കാം. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പൊരുത്തപ്പെടിപ്പിക്കണം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അപ്പോൾ സ്വഹാബത്ത് എങ്ങനെയായിരുന്നു, അവർ തങ്ങളുടെ ഒരു വാക്കുകൊണ്ട് ഒരു പിന്നെ വിഷമം മറ്റൊരാൾക്കുണ്ടായാൽ അതിലങ്ങേയറ്റം പേടിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ്? ആഖിറത്തിനെ കുറിച്ചുള്ള പേടി കൊണ്ടാണ്, ഹിസാബിനെ കുറിച്ചുള്ള പേടി കൊണ്ടാണ്. وعن أبي إسماعيل المؤدب قال جاء رجل إلى العمري. ഉമരി എന്ന് പറയുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേരക്കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ പരമ്പരയിൽ വന്ന ഒരു അറിയപ്പെട്ട ഒരാളാണ്. അൽ ഉമരി അസ്സാഹിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഒരു സ്വാലിഹായ മനുഷ്യൻ. ഫഖാല, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇൽനി, എന്നെ ഉപദേശിക്കണം. ഖാല ഫഅഖദ ഹസാതൻ മിനൽ അർള്, നിലത്ത് നിന്ന് അദ്ദേഹം ഒരു കല്ലെടുത്തു. ഫഖാല സീനതു ഹാദിഹിൽ വറ യദ്ഖുലു ഖൽബക, ഇത്രയും വലിപ്പമുള്ള ഹസാത്ത് എന്ന ചെറിയൊരു കല്ല്, ഇത്ര അളവ് പിന്നെ വറ നിന്റെ മനസ്സിലുണ്ടാകുന്നതാണ്, മനസ്സിൽ പ്രവേശിക്കുന്നതാണ്. ഖൈറുൽ ലക, നിനക്ക് ഉത്തമം, മിൻ സ്വലാത്തി അഹ്ലിൽ അർള്, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും ജീവിതകാലം മുഴുവൻ നമസ്കരിക്കുന്ന നമസ്കാരം, അതെല്ലാം നിനക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലത് ഇത്രയും വറ നിന്റെ മനസ്സിലുണ്ടാകുന്നതാണ്. ഖാല സിദ്നി, ഇദ്ദേഹം പറഞ്ഞു, ഇനിയും എന്നെ ഉപദേശിക്കൂ. ഖാല കമാ തുഹിബ്ബു അൻ യകൂന അല്ലാഹു അസ്സ വജല്ല ലക ഗദൻ ഫകുൻ ലഹുൽ യൗം, നാളെ അള്ളാഹു നിന്നോട് എന്ത് ചെയ്യണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, അഥവാ പരലോകത്ത് അള്ളാഹു നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് നീ ഇന്ന് പെരുമാറിക്കൊള്ളുക. അപ്പൊ വറഇന്റെ പ്രാധാന്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അല്പം വറ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്, സൂക്ഷ്മത ഉണ്ടാകുന്നതാണ് ഒരുപാട് ഐച്ഛികമായ സുന്നത്തായ അമലുകൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത്. കാരണം എന്താണ്, ഒരാളുടെ ജീവിതത്തിൽ ഒരു തിന്മയും ഇല്ല എന്ന് വിചാരിക്കുക. വറ എന്ന് പറഞ്ഞാൽ തിന്മ ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം തിന്മയാണോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ പോലും ഉപേക്ഷിക്കലാണല്ലോ വറ. അപ്പൊ ഹിസാബ് നടത്തുമ്പോൾ അയാളുടെ പുണ്യങ്ങൾ എത്ര കുറവായാലും കുഴപ്പമില്ല, ഫർളുകൾ മാത്രം ചെയ്താലും ഒരു തിന്മയും ഇല്ലെങ്കിൽ അയാൾ സ്വർഗത്ത് പോകും. നേമറിച്ച് നന്മയും തിന്മയും കൂടിക്കുറഞ്ഞ അവസ്ഥയാണെങ്കിലോ അത് എന്താണ് സംഭവിക്കുക പറയാൻ പറ്റൂല. അയാളുടെ ഹിസാബ് അനിശ്ചിതത്വത്തിലാണ്. നേരെമറിച്ച് വറയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. വറയോടുകൂടി ജീവിച്ച ഒരാൾക്ക് ഫർളായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. قال محمد بن حنيف رحمه الله قصدت أخت بشر بن الحارث قصدت أخت بشر بن الحارث أحمد بن حنبل. ബിഷർ ബിനുൽ ഹാരിസ് ഇമാം അഹ്മദിന്റെ ഒക്കെ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു സ്വാലിഹായ മനുഷ്യനാണ്, ഒരു ജാഹിദാണ്. അദ്ദേഹത്തിന്റെ സഹോദരി ഇമാം അഹ്മദിനെ സന്ദർശിച്ചു, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഇന്ന ഖൗമുൻ നഗ്സിലു ബില്ലൈൽ, ഞങ്ങൾ പിന്നെ തുന്നൽ ജോലി ചെയ്യുന്ന ആളുകളാണ്, രാത്രിയിൽ നൂറ്റ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. വമആശുനാ മിൻഹു, ഞങ്ങളുടെ വരുമാനം അതിൽ നിന്നാണ്, രാത്രി ഇരുന്ന് ഈ പണിയെടുക്കും. വറുബ്ബമാ യമുറു ബിനാ മശാഇലു ബനി ത്വാഹിർ ഉലാത്തു ബഗ്ദാദ് വനഹ്നു അല സത്ഹ് ഫനഗ്സിലു ഫീ ളൗഇഹാ അത്താഖത വത്താഖതൈൻ. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ വീടിന്റെ മുകളിലിരുന്നാണ് പണിയെടുക്കുക. പണ്ട് കാലത്ത് വെളിച്ചമില്ലാത്തതുകൊണ്ട് ചന്ദ്രന്റെ നിലാവിന്റെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് വീടിന്റെ മുകളിൽ കയറിയിരുന്ന പണിയെടുക്കുക. അപ്പോൾ ഈ ബഗ്ദാദിലെ ഭരണാധികാരിയുടെ അവരുടെ സംഘങ്ങൾ, ചിലപ്പോൾ ഭരണാധികാരി ഉദ്യോഗസ്ഥന്മാരും മറ്റൊക്കെ പോകുന്ന സംഘങ്ങൾ നടന്നു പോകും. അവരുടെ വെളിച്ചം നമുക്ക് കിട്ടും. ആ വെളിച്ചത്തിൽ കുറച്ചു നേരം നമ്മൾ നൂറ്റിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തുന്നുന്നത് അത് ഹലാലാകുമോ അതോ ഹറാമാണോ എന്ന് ചോദിച്ചു. ഫഖാല ലഹ, അപ്പോൾ ഇമാം അഹ്മദ് ചോദിച്ചു, മൻ അൻതി,
നീ ആരാണെന്ന് ചോദിച്ച ആള് ആരാണെന്ന് ചോദിച്ചു. അറിയാത്തൊരു സ്ത്രീയാണ്. അപ്പോൾ സാധാരണഗതിയിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തഖ്വ ആദ്യം ഉണ്ടാക്കണം. തഖ്വ ഇല്ലാത്ത ഒരാൾ വറ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഹറാമോ ഹലാൽ നോക്കാത്ത ഒരാൾ ഇങ്ങനെയുള്ള സൂക്ഷ്മമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് നഷ്ടമാണ്. അപ്പോൾ ഇമാം മുഹമ്മദ് ചോദിച്ചു, നീ ആരാണ്? ഖാലത്ത്, അവർ പറഞ്ഞു, ഉഖ്തു ബിശ്ർ, ഞാൻ ബിശ്ർ അൽ ഹാരിസിന്റെ സഹോദരിയാണ്. ഫഖാല യാ ആല ബിശ്ർ ലാ ഉദിംതുകും, അദ്ദേഹം ഇങ്ങനെ പിന്നെ സന്തോഷത്തോടെ പറഞ്ഞു, ബിശ്റിന്റെ കുടുംബമേ ലാ ഉദിംതുകും, നിങ്ങളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ആളുകളാണ് എന്ന് പറഞ്ഞ് അവർ അഭിനന്ദിച്ചു. ലാ അസാലു അസ്മഉൽ വറഅ അസ്സാഫി മിൻ ഖിബലിക്കും, ചോദ്യത്തിന് ഉത്തരമൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇമാം മുഹമ്മദ് പറഞ്ഞു, ശുദ്ധമായ വറഇന്റെ വാർത്തകൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ അഭിനന്ദിക്കുക മാത്രം ചെയ്തു. ഉത്തരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാവുന്നത്? ഒന്ന്, ഇവർക്കുണ്ടായിരുന്ന വറ എത്രമാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ ചോദ്യം ചോദിച്ച സ്ത്രീയുടെ അവസ്ഥ, അവർ വളരെ ദാരിദ്ര്യത്തിലായിരിക്കും. കാരണം ഇങ്ങനെ സ്ത്രീകൾ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നുണ്ടെങ്കിൽ അവർ എത്ര കഷ്ടപ്പാടിലായിരിക്കും. എന്നിട്ട് പോലും ഈ ചെറിയ കാര്യം അവർ പേടിച്ചു. അതുപോലെ തന്നെ ഇമാം മുഹമ്മദിന്റെ ഒരു ഫിഖ് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ചോദ്യം ചോദിച്ചപ്പോൾ അതാരാണെന്ന് ചോദിച്ചു. കാരണം സാധാരണക്കാരനായിരുന്നെങ്കിൽ അവരോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ആദ്യം ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാരിയായ സ്ത്രീ അല്ല എന്ന് മനസ്സിലായപ്പോൾ ഇമാം മുഹമ്മദ് മിണ്ടാതിരിക്കുകയും ചെയ്തു. عن عباس بن عبد الله رحمه الله قال قال عبد الله بن المبارك ابن المبارك رحمه الله പറഞ്ഞു, لو أن رجلا اتقى 100 شيء, ഒരാള് 100 കാര്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, വലം യതവറ അൻ ഷൈഇൻ വാഹിദ്, ഒരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ മാത്രം അയാൾക്ക് സൂക്ഷ്മതയില്ല, ലം യകുൻ വരി അൻ, അവൻ സൂക്ഷ്മതയുള്ള ആള് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആൾക്കാരുണ്ടാവും ചില വിഷയങ്ങൾ, നമ്മളൊക്കെ അത് തന്നെയാണ്. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പെടും. എന്ത് ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ സൂക്ഷ്മത ഉണ്ടാകും, പക്ഷെ ഒരു വിഷയത്തിൽ വളരെ ദുർബലനായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് വരി സൂക്ഷ്മതയുള്ളവനെന്ന് പറയില്ല. ഒമൻ ഖാന ഫീഹി ഖല്ലത്തുൻ മിനൽ ജഹൽ, ഒരാൾക്ക് ജഹലിന്റെ ഒരു അംശമുണ്ടെങ്കിൽ ഖാന മിനൽ ജാഹിലീൻ, അവൻ ജാഹിൽ തന്നെയാണ്. അമാ സമിഅത അല്ലാഹു തആല ഖാല ലി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബിയോട് അല്ലാഹു തആല പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? എന്താണ് പറഞ്ഞത്? നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ഫഖാല റബ്ബി ഇന്ന ഇബ്നി മിൻ അഹ്ലി, തന്റെ മകന് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അല്ലാഹു തആല വാക്ക് കൊടുത്തിരുന്നു നിന്റെ കുടുംബത്തെ രക്ഷിക്കാമെന്ന്. അപ്പോൾ എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ എന്ന് നൂഹ് അലൈഹിസ്സലാം ചോദിച്ചു. അപ്പോൾ കാഫിറായാല് പിന്നെ അത് ബാധകമല്ല. ബാപ്പയും മകനും ഒന്നും തമ്മിലുള്ള ബന്ധം പിന്നെ അതിന് പ്രസക്തിയില്ല. അതിന്റെ പേരിലുള്ള ഹക്കുകൾ കൊടുക്കണം, പക്ഷെ അതോടൊപ്പം തന്നെ ബറാഅത്തുണ്ടായിരിക്കണം. അതുകൊണ്ട് കുടുംബത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞതിലൊന്നും മകൻ ഉൾപ്പെടുകയില്ല എന്ന് അല്ലാഹു തആല തിരുത്തി കൊടുത്തു. എന്നിട്ട് എങ്ങനെയാണ് അല്ലാഹു തആല അവസാനിപ്പിച്ചത്? ഇന്നി അഅ്ളുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലീങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രം നൂഹ് അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞപ്പോൾ ജാഹിലീങ്ങളിൽ പെട്ടുപോകരുത് അല്ലാഹു തആല ഉപേക്ഷിച്ചു. ഈ ആയത്തിൽ നിന്ന് പിന്നെ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് മനസ്സിലാക്കിയ കാര്യമാണ്. ദഖലത് ഖാദിമത്തുൻ മൻസില ത്വൽഹത്ത് ഇബ്നു മുസർരിഫ് തഖ്തബിസു നാറൻ. ത്വൽഹത്ത് ഇബ്നു മുസർരിഫ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു സാലിഹായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു സ്ത്രീ വന്നു, ഒരു ജോലിക്കാരിയായിട്ടുള്ള സ്ത്രീ. വത്വൽഹ യുസല്ലി, ഇദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖാലത് ലഹു ഇംറഅതുഹു, ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ വന്ന സ്ത്രീയോട് പറഞ്ഞു, മക്കാനക യാ ഫുലാന ഹത്താ നശ്വി ലി അബി മുഹമ്മദിൻ ഹാദൽ ഖദീരി അലാ ഖസ്ബതിക് യുഫ്തിറു അലൈഹാ. قال فلما قضى الصلاة قال ما صنعت لا أذوقها حتى ترسلي إلى سيدتها تستأذنيها حسبك إياها وشواؤك على قصبتها. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നീ അവിടെ ഇരിക്കുക, തീ ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ തീ പിന്നെ കത്തിച്ച് കൊടുത്തേക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം നീ അവിടെ നിൽക്കുക. ഇദ്ദേഹം നമസ്കരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നമസ്കാരം കഴിയുന്നതിന് മുമ്പായി ഇവരുടെ കയ്യിലുള്ള ഒരു വസ്തു, അതിന്റെ അർത്ഥം എന്താണ്? കസ്ബത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വടി എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. കസബ് എന്നുള്ള വാക്ക് ചിലപ്പോൾ ഇരുമ്പിന്റെ എന്തെങ്കിലും ഉപകരണമായിരിക്കും, പണ്ട് കാലത്ത് തീ കൊളുത്തി കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ആയിരിക്കും. അത് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഇറച്ചി പിന്നെ ചുട്ടെടുക്കാനുണ്ട്. ഇവർ കൊണ്ടുവന്ന ഒരു വസ്തു ഉപയോഗിച്ചിട്ട് ആ ഇറച്ചി ചുട്ടിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കണം, എന്നിട്ട് നിനക്ക് തീ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, അത് ഹത്ത തുർസിലി ഇല സയ്യിദത്തിഹ, നീ എന്ത് ചെയ്യണം? ഇവരോട് സമ്മതം ചോദിച്ച് വരാതെ ഞാൻ ഇത് ഉപയോഗിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. عن عاصم رحمه الله قال ما رأيت أبا وائل ملتفتا في صلاة ولا في غيرها ولا سمعته يسب دابة قط. ഇമാം അബൂ വാഇൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹം നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല,
വലാ സമിഅതുഹു യസുബ്ബു ദാബത്തൻ ഖത്തു, ഒരു മൃഗത്തെ അദ്ദേഹം തെറി വിളിക്കുന്നത് കേട്ടിട്ടില്ല. അപ്പൊ പണ്ട് കാലത്തൊക്കെ മൃഗങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകേണ്ടി വരും. നമുക്കിന്ന് മൃഗങ്ങളുമായിട്ട് ഇടപഴകേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും വാഹനമില്ല എന്ന് വിചാരിക്കുക. വാഹനങ്ങൾക്ക് പകരമൊക്കെ മൃഗങ്ങളാണ്. കാറിന് പകരം ഒട്ടകം, പിന്നെ ബൈക്കിന് പകരം കഴുത, ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക നമ്മളൊക്കെ അടുത്ത്. അപ്പോൾ ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ കുറേ ഒട്ടകങ്ങൾ, കഴുതകൾ, കുതിരകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിലൊന്നിനോടും അദ്ദേഹം തെറി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇല്ല അന്നഹു ദക്കറൽ ഹജ്ജാജ യൗമൻ, പക്ഷെ ഒരിക്കൽ അദ്ദേഹം ഹജ്ജാജിനെ കുറിച്ച് സംസാരിച്ചു. ഹജ്ജാജ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയാണ്. ഉമവി ഖിലാഫത്തിന്റെ ഒരു ഗവർണറായിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി ഗഫറല്ലാഹു ലഹു വറഹിമഹു. അദ്ദേഹം ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുള്ള ആളാണ്. കുറെ താബിയങ്ങളൊക്കെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം മോശമായ ഒരു വാക്ക് പറഞ്ഞു. ഫഖാല അല്ലാഹുമ്മ അത്ഇമിൽ ഹജ്ജാജ മിൻ ദരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. അല്ലാഹുവേ, ഹജ്ജാജിന് നീ ദരീഅ ഭക്ഷണം കൊടുക്കണം, നരകത്തിലിടണം എന്നർത്ഥം. കാരണം അദ്ദേഹം ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. സുമ്മ തദാറക്കഹ, പിന്നീട് അദ്ദേഹം ചെയ്തു. അത് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അത് തിരിച്ചെടുത്തു. ഹജ്ജാജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കൊന്നിട്ടുണ്ട്, ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അടുത്ത കാലത്ത് ജീവിച്ച ആളുകളാണ് അവർ. അതുകൊണ്ട് അവർക്കത് അടുത്തറിയാം. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന അക്രമിയായ ഭരണാധികാരി, നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ അപ്പുറത്തുള്ള അക്രമങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അറിയാതെ പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം തിരിച്ചെടുത്തു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇൻകാന ദാക അഹബ്ബ ഇലൈക്. എന്നിട്ട് ആ പ്രാർത്ഥന അദ്ദേഹം പൂർത്തിയാക്കി. അല്ലാഹുവേ, നിനക്ക് അതാണ് ഇഷ്ടമെങ്കിൽ, അയാളെ നരകത്തിലിടലാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ നീ നരകത്തിലിടണം എന്നാക്കി. ആ സെന്റൻസ് മാറ്റി. ഫഖുൽതു, അപ്പൊ ഈ കഥ പറയുന്ന വ്യക്തി അദ്ദേഹം ചോദിച്ചു, വതസ്തസ്നി ഫിൽ ഹജ്ജാജ്, ഹജ്ജാജിന്റെ കാര്യത്തിലും ഇങ്ങനെ പറയണോ എന്ന് ചോദിച്ചു. അത്രയും വലിയ അക്രമിയാണല്ലോ. ഫഖാല, അദ്ദേഹം പറഞ്ഞു, നഉദ്ദുഹ ദംബൻ, ഞാനത് ഒരു തെറ്റായിട്ടാണ് കണ്ടത്. അതായത് അങ്ങനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത്രമാത്രം വലിയ അക്രമിയായ ഒരാൾക്കെതിരെ പോലും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പേടിച്ചിരുന്നു. وقال أبو سعيد بكر بن منير رحمه الله كان حمل إلى محمد بن إسماعيل البخاري بضاعة أنفذها إليه فلان. ഇമാം ബുഖാരിയുടെ അടുത്തേക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു, ഒരാൾ കൊടുത്തയച്ചതാണ്. فاجتمع بعض التجار إليه, കച്ചവടച്ചരക്കാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ. അദ്ദേഹം പണക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പയും വലിയ കച്ചവടക്കാരനൊക്കെ ആയിരുന്നു. ഇമാം ബുഖാരിയുടെ ഉപ്പ മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം, ഹറാമായ ഒരു ദിർഹം പോലും ഞാൻ കഴിച്ചിട്ടില്ല ജീവിതത്തിൽ. സംശയമുള്ള, ഹറാമോ ഹലാലോ എന്ന് സംശയമുള്ള ഒരു ദിർഹം പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇമാം ബുഖാരി ഇത്ര വലിയ ഇമാമാകാനും ഇത്ര വലിയ സ്ഥാനം കിട്ടാനും കാരണം ഇദ്ദേഹമായിരിക്കും. ഉപ്പ അദ്ദേഹത്തിന് അത്രയും ഹലാലായ ഭക്ഷണം മാത്രമേ കഴിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരു സബബ്, മറ്റ് സബബുകളുടെ കൂട്ടത്തിൽ ഒരു സബബായിരിക്കാം, അല്ലാഹു അലം. അപ്പൊ ഏതായാലും കുറെ കച്ചവടച്ചരക്ക് ഇമാം ബുഖാരിയുടെ അടുത്തേക്ക് വന്നു. ഫജ്തമഅ ബഅദു തുജാരി ഇലൈഹി ബിൽ അശിയ, അന്ന് വൈകുന്നേരമായപ്പോൾ കുറെ കച്ചവടക്കാർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് കൂടി ഈ ചരക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഫത്വലബൂഹ മിൻഹു ബിറിബ്ഹി 5000 ദിർഹം, അത് വാങ്ങിയവരെക്കാളും 5000 ദിർഹം ലാഭം കിട്ടുന്ന രീതിയിൽ അതെടുക്കാൻ അവരൊക്കെ തയ്യാറാണ്, അവരൊക്കെ ചോദിക്കുന്നുണ്ട്. ഫഖാല ലഹും, അദ്ദേഹം അവരോട് പറഞ്ഞു, ഇൻസരിഫു അല്ലൈല, തൽക്കാലം ഇന്ന് നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു. ഫജാഅഹു മിനൽ ഗദി തുജാറുൻ ആഖറൂൻ, പിറ്റേ ദിവസം വേറെ ആൾക്കാർ വന്നു, അങ്ങനെ കുറെ ചരക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട്. ഫത്വലബു മിൻഹു തിൽകൽ ബിദാഅ ബിറിബ്ഹി 10,000 ദിർഹം, അവരൊക്കെ കൂടി ഇത് ചോദിച്ചപ്പോൾ അവർ ഓഫർ ചെയ്യുന്ന വില കൂട്ടി നോക്കിയപ്പോൾ 10,000 ദിർഹം ലാഭം കിട്ടുന്ന രൂപത്തിലാണ്. ഫറദ്ദഹും, അദ്ദേഹം അവരെ പറഞ്ഞയച്ചു. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി നബൈതുൽ ബാരിഹ, ഇന്നലെ രാത്രി ഞാൻ മനസ്സിൽ നിയത്ത് വെച്ചിട്ടുണ്ട്, അനദ്ഫഅ ഇലല്ലദീന തലബു അംസി ബിമാ തലബു അവ്വല മറ, ആദ്യം ചോദിച്ചത് ഇവരാണല്ലോ, അതുകൊണ്ട് ഇവർക്ക് തന്നെ കൊടുക്കാം എന്ന് ഞാൻ ഇന്നലെ വിചാരിച്ചിരുന്നു മനസ്സിൽ. ഫദഫഅഹ ഇലൈഹിം ബിമാ തലബു, അങ്ങനെ 5000 ലാഭത്തിന് അവർക്ക് കൊടുത്തു. ആലോചിച്ച് നോക്കൂ. അപ്പൊ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിട്ടേ ഉള്ളൂ, അവരോട് പറഞ്ഞിട്ടില്ല, നാളെ വരാമെന്ന് അവരോട് പറഞ്ഞിട്ടില്ല, ഇപ്പൊ നിങ്ങൾ പോവാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തരാമെന്ന് പറഞ്ഞിട്ടില്ല. യഅനി അല്ലദീന തലബു അവ്വല മറ, ആദ്യം ചോദിച്ചവർക്ക് അദ്ദേഹം കൊടുത്തു. വദഫഅ ബിറിബ്ഹി 5000 ദിർഹം വഖാല ലാ ഉഹിബ്ബു അൻ അൻഖുദ നിയ്യതി, എന്റെ നിയ്യത്ത് അത് ലംഘിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് ഹലാലായിരുന്നു, ആ 5000 ദിർഹം അദ്ദേഹത്തിന് അധികം ലാഭം എടുക്കാമായിരുന്നു. പക്ഷെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് അത് തന്നെ നടപ്പിലാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇത് വറ ആണ്, ഇതാണ് വറ എന്ന് പറയുന്നത്, അങ്ങേയറ്റത്തെ സൂക്ഷ്മത. അനിൽ അവ്വാം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബിൽ ഹുദൈൽ ഖാല ഇന്ന ബഅദൽ അശ്യാഖ് ഹദറത്ഹു സ്വലാ, ചില പണ്ഡിതന്മാര് ഷെയ്ഖുമാര് അവര് നമസ്കാരത്തിന്റെ സമയമായി.
ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്, തഖദ്ദം, നീ ഇമാം നിൽക്കുക എന്ന് പറഞ്ഞു. ഫഅബ, അദ്ദേഹം വിസമ്മതിച്ചു. ഫഖീല ലഹു മാ മനഅക്, എന്താണ് തടസ്സം? ഖാല ഖിഫ്തു അൻ യമുറ അൽമാർ ഫയഖൂൽ ഇന്നമാ ഖദ്ദമു ഹാദാ ലിഅന്നഹു ഖൈറുഹും, ഇവര് ഇയാളെ ഇമാം നിർത്താൻ കാരണം ഇയാളാണ് കൂട്ടത്തിൽ ഏറ്റവും നല്ലയാള് എന്ന് ആളുകൾ പറയും എന്ന് ഞാൻ പേടിക്കുന്നു. കാന മുത്തറിഫ് ഇബ്നു അബ്ദുല്ലാ റഹിമഹുല്ലാഹ് യഖൂൽ, മുത്തറിഫ് ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്നത് താബിഇയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പ സ്വഹാബിയാണ്. മുത്തറിഫ് ഇബ്നു അബ്ദുല്ലാ അശ്ശഖീർ റഹിമഹുല്ലാഹ് യഖൂൽ, അദ്ദേഹം പറയുന്നു, ഇന്നക ലതൽഖ റജുലൈൻ, ചിലപ്പോ നീ രണ്ടാളുകളെ കാണും, അഹദുഹുമ അക്സറു സ്വലാത്തൻ വസൗമൻ വസദഖ, അതിലൊരാൾ കൂടുതൽ നമസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് മറ്റേ ആളെക്കാൾ. വൽ ആഖറു അഫ്ളലു മിൻഹു ദീനൻ, പക്ഷെ മറ്റവനായിരിക്കും കൂടുതൽ ദീനുള്ളവൻ. ഖീല ലഹു കൈഫ ദാലിക, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഖാല യകൂനു അഹദുഹുമ അശദ്ദു വറഅൻ ലില്ലാഹി അസ്സ വജല്ല അൻ മഹാരിമിഹി, ഈ രണ്ടാമത്തെ ആള് കൂടുതൽ വറഉള്ള ആളായിരിക്കും, അള്ളാഹുവിന്റെ മുഹറമാത്ത്, അള്ളാഹു ഹറാമാക്കി കാര്യങ്ങൾ കൂടുതൽ സൂക്ഷിക്കുന്ന ആളായിരിക്കും. അൻ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ്, യഹ്യ ഇബ്നു മുആദ് അർ-റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അൽ വറ എന്ന് പറഞ്ഞാൽ ഇജ്തിനാബു കുല്ലിരീബ വതർക്കു കുല്ലി ശുബ്ഹ, അതാണ് വറഇന്റെ നിർവചനം. സംശയമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ശുബ്ഹത്തായിട്ടുള്ള കാര്യങ്ങൾ, ഹറാമോ ഹലാലോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ മുഴുവനും ഉപേക്ഷിക്കുക, അതാണ് വറ. സുഇല ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ്, ഇമാം ഇബ്രാഹിം ഇബ്നു അദ്ഹമിനോട് ചോദിച്ചു, ബിമ യതിമ്മുൽ വറ, ഒരാൾക്ക് എപ്പോഴാണ് വറ പൂർത്തിയാവുക? ഫഖാല ബിതസ്വിയത്തി കുല്ലിൽ ഖൽഖി മിൻ ഖിബലിക്, സൃഷ്ടികളെ മുഴുവൻ ഒരുപോലെ കാണുക. വസ്തിഗാലുക അൻ ഉയൂബിഹിം ബിദംബിക്, അവരുടെ ഐബുകൾ, കുറവുകൾ ഉപേക്ഷിച്ചിട്ട് നിന്റെ കുറവിൽ നീ വ്യാപൃതനാവുക. ജനങ്ങളുടെ കുറവുകളെ കുറിച്ച് മറന്നിട്ട് സ്വന്തം കുറവുകളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ച് അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ആളുകളുടെ കുറവിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. വഅലൈക ബില്ലഫ്ളിൽ ജമീൽ മിൻ ഖൽബിൻ ദലീൽ ലിറബ്ബിൻ ജലീൽ, നീ നല്ല വാക്ക് പറയുക, വിനയമുള്ള മനസ്സ് ഉണ്ടാവുക, അതാണ് വറ എന്ന് പറയുന്നത്. അനിൽ ദഹാഖ് റഹിമഹുല്ലാഹ്, ദഹാഖ് ഇബ്നു മുസാഹിം എന്ന് പറയുന്നത് വലിയ താബിഈൻ മുഫസ്സിറാണ്. അദ്ദേഹം പറയുന്നു, അദ്റക്തുന്നാസ്, ഞാൻ ജനങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്, അഥവാ സഹാബത്തിനെ കുറിച്ചാണ് പറയുന്നത്. സഹാബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? വഹും യതഅല്ലമൂനൽ വറ, അവർ വറ പഠിക്കുമായിരുന്നു, എങ്ങനെയാണ് വറ ഉണ്ടാക്കുക, എങ്ങനെയാണ് വളരെയധികം സൂക്ഷ്മത പുലർത്തുക എന്ന് അവർ പഠിക്കുമായിരുന്നു. വഹുമുൽ യൗം, എന്നാൽ ഇന്നത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? യതഅല്ലമൂനൽ കലാം, സംസാരിക്കാനാണ് പഠിക്കുന്നത്, എങ്ങനെ കൂടുതൽ നന്നായിട്ട് സംസാരിക്കാം, അതാണ് ഇന്ന് ആളുകൾ പഠിക്കുന്നത്. മുമ്പ് എങ്ങനെ കൂടുതൽ വറയോടുകൂടി ജീവിക്കാം എന്നായിരുന്നു ആളുകൾ പഠിച്ചിരുന്നത്. ഖീല ഇബ്നു മുബാറക്, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കിനോട് ചോദിച്ചു, അയ്യു ഷൈഇൻ അഫ്ളൽ, എന്താണ് കൂടുതൽ അഫ്ളലായിട്ടുള്ളത്, ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ ഏറ്റവും ഉത്തമമായ സ്വഭാവം എന്താണ്? ഖാല അൽ വറ, അദ്ദേഹം പറഞ്ഞു വറ ആണ്. ഖാലു മൽ വറ, എന്താണ് വറ എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, അൻ തൻസിഅ മിസ്ല ഹാദാ വഅഖദ ശൈഅൻ മിനൽ അർദ്, അദ്ദേഹം മണ്ണിൽ നിന്ന് ഒരു വസ്തു എടുത്തിട്ട്, ചെറിയൊരു വസ്തുവായിരിക്കും, ഇതുപോലും സൂക്ഷിക്കുക, ഇതുപോലും ഇത്ര പോലും എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും വസ്തുവായിരിക്കും, ഒരു മണ്ണിന്റെ തരിയായിരിക്കും, അതുപോലും സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. عن هشام رحمه الله قال كنا قعودا ومعنا يونس بن عبيد وذكرنا شيئا فتذاكروا أشد الأعمال, ഞങ്ങൾ കുറെ ആളുകൾ ഇരുന്ന്, സലഫുകളായ കുറെ പണ്ഡിതന്മാരാണ്, അവരിരുന്നിട്ട് ഒരു മസ്അല ചർച്ച ചെയ്തു. ഞങ്ങൾ ചർച്ച ചെയ്തത് ഏറ്റവും പ്രയാസകരമായ അമൽ എന്താണ് എന്നായിരുന്നു ചർച്ച ചെയ്തത്. ഫത്തഫഖു അലൽ വറ, അങ്ങനെ വറ ആണ് എന്ന കാര്യത്തിൽ ഞങ്ങൾ ഏകോപിച്ചു. ഏറ്റവും പ്രയാസമുള്ള അമല് വറ പാലിക്കുക എന്നുള്ളതാണ്, ചെറിയ കാര്യങ്ങൾ പോലും, സംശയകരമായ കാര്യങ്ങൾ പോലും സൂക്ഷിക്കുക എന്നതാണ്. ഫജാ ഹസ്സാൻ ഇബ്നു അബി സിനാൻ, അപ്പോൾ ഹസ്സാൻ ഇബ്നു അബി സിനാൻ റഹിമഹുല്ലാഹ് വന്നു. ഫഖാല, അപ്പോൾ അവർ പറഞ്ഞു, ഖദ് ജാഅ അബു അബ്ദുല്ലാഹ് ഫഅഖ്ബിറൂഹു ബിദാലിക്, ഇദ്ദേഹത്തോട് നിങ്ങൾ പറയാ, അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വലിയ ആലിമാണ്. ഫഖാല ഹസ്സാൻ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന ലിസ്സലാത്തി ലമുഅന, നമസ്കാരം കുറച്ച് പണിയുള്ള കാര്യമാണ്, നമസ്കരിക്കാൻ കുറച്ച് അധ്വാനമുണ്ട്. വ ഇന്ന ലിസ്സിയാമി ലമുഅന, നോമ്പിനും അധ്വാനമുണ്ട്. വ ഇന്ന ലിസ്സദഖതി ലമുഅന, സ്വതക്ക ചെയ്യാനും കഷ്ടപ്പാടാണ്. വൽ വറഉ ഇദാ റാബക ഷൈഉൻ തറക്ത, വറ അതിനേക്കാളൊക്കെ എളുപ്പമാണ്, ഒരു കാര്യം സംശയമാണെങ്കിൽ അത് ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു.
عن أبي بكر بن عياش رحمه الله قال رأيت مجمعا التيمي رحمه الله كأني أنظر إليه في سوق الغنم. ഒരു മഹാനായ വ്യക്തി, അദ്ദേഹം മജ്മഅ അത്തൈമി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ആടുകളെ വിൽക്കുന്ന സൂക്കിൽ, അങ്ങാടിയിൽ നിൽക്കുകയാണ്. ഖാലു ലഹു കൈഫ ഷാതുക ഹാദിഹി, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, നിന്റെ ഈ ആട് എങ്ങനെയുള്ളതാണ്, ആടിനെ കുറിച്ചൊന്ന് വിവരിക്കാൻ പറഞ്ഞു, ആടിനെ വിൽക്കാൻ പോയതാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ അർവാഹ, എനിക്കിതിനോട് തീരെ തൃപ്തിയില്ല, എനിക്ക് ഈ ആടിനെ കുറിച്ചൊരു തൃപ്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മൾ വിൽക്കാൻ കൊണ്ടുപോയ വസ്തുവിനെ കുറിച്ച് പുകഴ്ത്തുകയാണ് ചെയ്യുക. അദ്ദേഹം പറഞ്ഞു, എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കാൻ കൊണ്ടുവന്ന് തന്നെയാണ്. ഖാല അബൂബക്കർ, അബൂബക്കർ ഇബ്നു അയ്യാഷ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വമൻ കാന ഔറഅ മിൻ മജ്മഅ, അദ്ദേഹത്തെക്കാളും വറഉള്ള ആരാണുള്ളത്? അങ്ങേറ്റത്തെ സൂക്ഷ്മതയാണ്. അതിന്റെ ഒരു ന്യൂനത അദ്ദേഹം മറച്ചു വെച്ചില്ല എന്ന് മാത്രമല്ല, തുറന്നു പറഞ്ഞു, എനിക്കിതിൽ ഈ ആടിന്റെ കാര്യത്തിൽ താല്പര്യമില്ല. عن يحيى بن سعيد الأموي قال زاملت أبا بكر بن عياش, അബൂബക്കർ ഇബ്നു അയ്യാഷ് അദ്ദേഹം വലിയൊരു ഇമാമാണ്, വലിയ ആബിദായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു ഇല മക്ക, മക്കയിലേക്ക്. ഫകാന മിൻ ഔറഅ മൻ റഅയ്ത്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വറഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഉഹ്ദിയ ലഹു റുതബുൻ, അദ്ദേഹത്തിന് കുറച്ച് റുതബ് ഒരാൾ ഹദിയായി കൊടുത്തു. ഫഖീല ലഹു ബഅദ്, പിന്നീട് അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഹാദാ മിൻ ബുസ്താനി ഖാലിദ് അൽ മഖ്റൂമി അൽ മഖ്ബൂദി അൻഹു, ഇത് ഖാലിദ് അൽ മഖ്റൂമി എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. അൽ മഖ്ബൂദി അൻഹു, അദ്ദേഹം തടവിലാണ്, എന്തെങ്കിലും കേസിൽ അല്ലെങ്കിൽ കടം കയറിയിട്ടോ മറ്റൊക്കെ തടവിലായതായിരിക്കും, അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടിയതായിരിക്കും, അതിൽപ്പെട്ടതാണെന്ന് പറയപ്പെടും. ഫഅത ഇല ഖാലിദ് ഇബ്നു സലമ, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, വസ്തഹല്ല മിൻഹും, എന്നിട്ട് അവരെ പൊരുത്തപ്പെടിപ്പിച്ചു. വനദറ ഇല ഖീമത്തി റുതബ് ഫതസദ്ദഖ ബിഹി, എന്നിട്ട് ഈ തിന്ന ഈത്തപ്പഴത്തിന്റെ ആ പണം അത് സ്വതക്ക ചെയ്യുകയും ചെയ്തു. അവർ പൊരുത്തപ്പെടുകയും ചെയ്തു, അതിന് പുറമെ ഈ തിന്ന ഈത്തപ്പഴത്തിന്റെ തുക അദ്ദേഹം സ്വതക്ക ചെയ്യുകയും ചെയ്തു. عن العباس بن سهم أن امرأة من الصالحات أتاها نعي زوجها وهي تعجن, ഒരു സാലിഹായ സ്ത്രീ, അവര് അവരുടെ ഭർത്താവ് മരിച്ച വാർത്ത, നഅയി എന്ന് പറഞ്ഞാൽ അതാണ്, മരണ വാർത്ത അറിഞ്ഞു. ഒരാൾ വന്ന് പറഞ്ഞു, വഹിയ തഅജിൻ, അവര് മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്, ഖുബ്സ് ഉണ്ടാക്കാൻ, റൊട്ടി ഉണ്ടാക്കാൻ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഫറഫഅത് യദൈഹാ മിനൽ അജീൻ, അങ്ങനെ മരണ വാർത്ത എത്തിയപ്പോൾ അവർ കൈ എടുത്തു, മാവടെ വെച്ചു. വഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഹാദാ തുആമുൻ ഖദ് സാറ ലനാ ഫീഹി ശരീക്, ഈ ഭക്ഷണം, ഇതിൽ നമുക്ക് പങ്കാളികൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, വേറൊരു ഭാര്യ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇയാൾക്ക് മറ്റു അവകാശികൾ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വത്താണ്, മരിച്ചു കഴിഞ്ഞാൽ റൂഹ് പിരിയുമ്പോൾ എന്താണ് നമ്മുടെ സ്വത്ത്, അതൊക്കെ വിധിക്കാനുള്ളതാണ്, അനന്തരാവകാശത്തിൽപ്പെട്ടു. അതുകൊണ്ട് ഇത് ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം വറയുള്ള ആളുകൾ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് ഇൽമ് എന്ന് പറയുന്നത്. ഈ ഇൽമാണ് മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അടുത്ത കാലത്ത് ഒരു സ്ത്രീ എഴുതിയത് വായിച്ചിരുന്നു, അവരുടെ ഭർത്താവിന് വേറെ ഭാര്യയുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അറബിയായ ഒരു സ്ത്രീയാണ്, അവര് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുമ്പോൾ ഭർത്താവിൻ്റെ മറ്റു ഭാര്യയുള്ള മക്കളും അവിടെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, കുറേ സാൻഡ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇതിൽ സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ നല്ലത് തിരഞ്ഞെടുത്ത് കൊടുക്കാൻ സാധ്യതയുണ്ട്, കൂടുതൽ ഉള്ളിൽ സാധനങ്ങൾ കൂടുതലുള്ളത് കൊടുക്കാൻ സാധ്യതയുണ്ട്. അവർ പറയാണ്, അവരെന്ത് ചെയ്യും, ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊന്ന് കലക്കും, അത് ഒന്ന് സ്ഥാനം മാറ്റിയതിന് ശേഷം ഇവർക്ക് വിതരണം ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ സൂക്ഷ്മതയുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് വറ എന്ന് പറയുന്നത്, അങ്ങേയറ്റത്തെ സൂക്ഷ്മത. നമുക്ക് ഹലാലല്ലാത്ത ഒരു രൂപ നമ്മുടെ കയ്യിൽ പെട്ടുപോകുമോ എന്നുള്ള പേടി, അതാണ് ഈ സ്ത്രീ കാണിച്ചത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അതുപോലെ പലരും അൽ വറ എന്നുള്ള പേരിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. കിതാബുൽ വറ അതിൽപ്പെട്ട ഒരു കിതാബിൽ വന്നിട്ടുള്ളതാണ്. സഖത യദു കഹ്മസ്, സഖത മിൻ യദി കഹ്മസ് ദീനാറുൻ, മുൻഗാമിയായ ഒരു പണ്ഡിതനാണ് കഹ്മസ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു ദീനാർ വീണുപോയി. ഫഖാമ യത്ലുബുഹു, അദ്ദേഹം അത് അന്വേഷിക്കാൻ തുടങ്ങി. ഖീല മാ തത്ലുബു യാ അബാ അബ്ദുല്ലാഹ്, അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഖാല ദീനാർ, അദ്ദേഹം പറഞ്ഞു, ഒരു ദീനാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വർണ്ണ നാണയം. ഫഅഖദു ഗിർബാലൻ, അങ്ങനെ അവരൊരു അരിപ്പ, നമ്മൾ മണലൊക്കെ ധരിക്കുന്ന അങ്ങനെ ഒരു സാധനം എടുത്തുകൊണ്ട് വന്നു. ഫഗർബലു തുറാബ്, അങ്ങനെ മണ്ണ് അരിക്കാൻ തുടങ്ങി. ഫവജദു ദീനാറൻ, ഒരു ദീനാർ കിട്ടി. ഫഅബ അൻ യഖുദഹു, അദ്ദേഹം അത് വാങ്ങുന്നില്ല. വഖാല ലഅല്ലഹു ലൈസ ദീനാരി, അതെന്റേതല്ലെങ്കിലോ എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് അത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് അത് എടുക്കാൻ പേടി, അദ്ദേഹത്തിന്റെ തന്നെയാണ് എന്താണ് ഉറപ്പ്, അങ്ങനെ കുറെ മണ്ണെടുത്ത് പരിശോധിച്ചിട്ടാണ് അത് കിട്ടിയിട്ടുള്ളത്.
അൻ അബിൽ വലീദ്, ഇതൊക്കെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹറാം ഹലാലിന്റെ മസലകളല്ല, ഇത് വറആണ്, ഹറാമാകുമോ എന്ന് പേടി കൊണ്ട് ഉപേക്ഷിച്ച കാര്യങ്ങളാണ്. عن عون بن مهاجر رحمه الله أن عمر بن عبد العزيز كانت تسرج له الشمعة. ഇമാം ഉമർ ബിൻ അബ്ദുൽ അസീസ് അറിയപ്പെട്ട പിന്നെ ഖലീഫയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഖലീഫ എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. 4 ഖലീഫമാർ കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഖലീഫയാണ് അദ്ദേഹം എന്ന് വരെ പറഞ്ഞ ഉലമാക്കളുണ്ട്. കാരണം അത്രമാത്രം പിന്നെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം ഭരണം നടത്തിയത്. 2 വർഷം അദ്ദേഹം ഭരിച്ചിട്ടുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പിന്നെ ഭരണ പരിധിയിലുള്ള നാടുകൾ മുഴുവൻ നീതി കൊണ്ട് നിറച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം ചെറുപ്പകാലത്ത് വലിയ ആഡംബരത്തോടെ ജീവിച്ച ആളാണ്, കൊട്ടാരത്തിൽ വളർന്ന ആളാണ്, ഉമവി ഖലീഫമാരുടെ കുടുംബക്കാരനാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ഖലീഫയായതിനു ശേഷം വലിയ ജാഹിദായി, പിന്നെ ദുനിയാവിനോട് വിരക്തി കാണിച്ച് ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് മെഴുകുതിരി കത്തിക്കും. മക്കാന ഫി ഹവായിജിന്നാസ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ രാത്രി ഇരുന്നിട്ട് ഭരണകാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫയലുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കും. അത് കഴിഞ്ഞാൽ ആവശ്യങ്ങൾ പൊതുകാര്യങ്ങൾ കഴിഞ്ഞാൽ ഫൈദ ഫറഗ മിൻ ഹാജത്തിഹിം അത്ഫഅഹ, അദ്ദേഹം അത് കെടുത്തും. തുമ്മ ഉസ്രിജ അലൈഹി സിറാജുഹു, അദ്ദേഹത്തിന്റെ വിളക്ക് കത്തിക്കും, അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള വിളക്ക് കത്തിച്ചു വെക്കും. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വീട്ടിലുള്ള വിളക്ക് കത്തിക്കുമായിരുന്നു. അൻ ഇബ്നു അബി അബ്ല റഹിമഹുല്ലാഹ് ഖാല ജലസ ഉമർ യൗമൻ ലിന്നാസ്, ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് വേണ്ടി ഇരുന്നു, ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇരുന്നു. ഫലമ്മ ഇൻതസഫ അൻ-നഹാർ ലജറ വകല്ല വമല്ല, ഉച്ചയായപ്പോൾ അദ്ദേഹത്തിന് മടുപ്പ് തോന്നി. ഫഖാല ലിന്നാസ്, രാവിലെ മുതൽ ഉച്ച വരെ ജനങ്ങളുടെ പരാതികളൊക്കെ കേട്ടങ്ങ് ഇരിക്കുകയാണ്. ഉച്ചയായപ്പോൾ അദ്ദേഹം പറഞ്ഞു മക്കാനക്കും ഹത്താ അൻസരിഫ ഇലൈക്കും, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ, ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കുറച്ച് വിശ്രമിച്ചിട്ട് മടങ്ങി വരാൻ വേണ്ടി. ഫദഖല ലിയസ്തരിഹ സഅ, അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പോയി. ഫജാഅ ഇബ്നുഹു അബ്ദുൽ മലിക്, ഇത് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ്, ഉമർ റളിയല്ലാഹു അൻഹു അല്ല, ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ മലിക് വന്നു. ഫസഅല അൻഹു ഫഖാലു, ആളുകളോട് ചോദിച്ചു എവിടെ ഉപ്പ, ഉമർ ബിൻ അബ്ദുൽ അസീസ് എവിടെ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു ദഖല, വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഫസ്തഅദന അലൈഹി ഫഅദിന ലഹു, അങ്ങനെ ഉപ്പാന്റെ അടുത്ത് പോയി ഉപ്പ കയറി വരാൻ പറഞ്ഞു. ഫലമ്മ ദഖല ഖാല, മകൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യാ അമീറുൽ മുഅ്മിനീൻ മാ അദ്ഖലക്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എന്താണ് താങ്കളെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചത്, എന്തിനാണ് വീട്ടിലേക്ക് മടങ്ങിയത് എന്ന് ചോദിച്ചു. ഖാല അറദ്തു അൻ അസ്തരിഹ സഅ, അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വിശ്രമിക്കാൻ വേണ്ടിയാണ്, രാവിലെ മുതൽ ഇവരുടെ പരാതികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഖാല അവ അമിൻതൽ മൗത്ത്, അപ്പോൾ മകൻ ചോദിക്കാൻ, മകനും വലിയ പിന്നെ മഹാനാണ്, സ്വാലിഹായ മകനാണ്, ചോദിക്കുകയാണ് നിങ്ങൾക്ക് മരണം പേടിയില്ലേ? അയ്യ അതീക, മരണം താങ്കളെ പിടികൂടുന്നത് താങ്കൾ പേടിക്കുന്നില്ല, ഏതവസ്ഥയിലാണ്? വറഅയ്യതുക അലാ ബാബിക യന്തദുറൂനക വഅൻത മുഹ്തജിബുൻ അൻഹും, താങ്കളുടെ ഭരണീയരായിട്ടുള്ള ആളുകൾ അവർ വാതിൽക്കൽ കാത്തു നിൽക്കുക, താങ്കൾ വാതിലടച്ച് കിടക്കുന്ന അവസ്ഥയിൽ മരിക്കുന്നത് താങ്കൾക്ക് പേടിയില്ലേ എന്ന് ചോദിച്ചു. ഫഖാമ ഉമർ ബിൻ സഅത്തിഹി വഖറജ ഇലന്നാസ്, അപ്പോൾ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് ജനങ്ങളുടെ അടുത്തേക്ക് പോയി. അങ്ങനെയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. അൻ ഹസൻ ഇബ്നു അറഫ, ഇത് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഖാല ലി ഇബ്നുൽ മുബാറക്, ഇമാം ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇമാം ഇബ്നു ജൗസി സിഫത്തു സ്വഫ എന്ന കിതാബിൽ ഉദ്ധരിച്ച സംഭവമാണ്. ഇബ്നുൽ മുബാറക് എന്നോട് പറഞ്ഞു ഇസ്തഅർതു ഖലമൻ ബിഅർദി ഷാം, ഞാൻ ഷാമിൽ നിന്ന്, ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ ഫലസ്തീനൊക്കെ ഉൾപ്പെടുന്ന അവിടെ പോയ സമയത്ത്, അദ്ദേഹത്തിന്റെ നാടല്ല വേറെ രാജ്യമാണ്, അവിടെ പോയപ്പോൾ ഞാൻ ഒരു പേന കടം വാങ്ങിയിരുന്നു, ഒരാളുടെ അടുത്ത് നിന്ന് വായ്പ വാങ്ങിയിരുന്നു കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി. ഫദഹബ അലയ്യ അൻ അറുദ്ദഹു ഇലാ സാഹിബിഹി, അത് തിരിച്ചു കൊടുക്കാൻ മറന്നുപോയി. ഫലമ്മ ഖദിംതു മർവ്, ഞാൻ മർവിലെത്തിയപ്പോൾ, മർവ് എന്ന് പറഞ്ഞ വേറെ നാടാണ്, നളർതു ഫഇദാ ഹുവ മഈ, അപ്പോഴാണ് ഓർമ്മ വരുന്നത്, നോക്കുമ്പോൾ ആ പേന എൻ്റെ കയ്യിലുണ്ട്. ഫറജഅതു യാ അബ അലി അർദ ഷാം, ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചുപോയി, ഷാമിലേക്ക് മടങ്ങിപ്പോയി. ഹത്താ റദത്തുഹു അലാ സാഹിബിഹി, അതിന്റെ ഉടമക്ക് അത് തിരിച്ചു കൊടുത്തു. അപ്പൊ ഇത്ര ചെറിയൊരു വസ്തുവാണ്, അത് അനർഹമായത് എൻ്റെ കയ്യിലായി പോകുമെന്ന് അദ്ദേഹം പേടിച്ച് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോയി. എനിക്കായിരുന്നു സലഫു സാലിഹുകളുടെ മുൻഗാമികളുടെ സൂക്ഷ്മത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവരെ ഇത്തിബാ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.